തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 651 കിലോമീറ്റർ നീളത്തിലാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല അല്പം മുമ്പ് തീർത്തത്. ഇപ്പോൾ പ്രധാന സമര കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. ദീപക് ധർമ്മടമുണ്ട്. ദീപക്കിലേക്ക് എത്താം. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നു. പ്രമുഖരായ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഈ രാജ്ഭവന്റെ മുമ്പിൽ ഒത്തുചേർന്ന ഈ മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷമുള്ള ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഡിവൈഎഫ്ഐ തീരുമാനമെടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കാനുള്ള സമരം. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ വർഗ ഭോജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങലയിൽ ഞങ്ങളും അണിചേരുമെന്ന പ്രഖ്യാപനത്തോടെ അതൊരു ജനകീയ മനുഷ്യച്ചങ്ങലയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വെല്ലുവിളി, ഇപ്പോൾ കേരളത്തോട് എന്തോ അവഗണന എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തോടുള്ള അവഗണന എന്ന് പറയുന്നതിന്റെ കൃത്യമായ അർത്ഥം എന്താ? കൃത്യമായ അർത്ഥം ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ നൽകാൻ നമുക്കാവുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞതാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും. പെൻഷൻ നൽകാനാവുന്നില്ല. ഇപ്പോഴേ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷനുകളുടെ എല്ലാം തുക ഇപ്പൊ 1600 അത് വർദ്ധിപ്പിക്കും. കൊല്ലം വർദ്ധിപ്പിക്കാനുള്ള ആലോചനയായിരുന്നു മുമ്പ് നടത്തിയിരുന്നത്. സാധിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം, സമാപന സമ്മേളനമാണ് തിരുവനന്തപുരത്ത്. അതിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ. തിരുവനന്തപുരത്ത് ദീപക് ധർമ്മടമുണ്ട്, കോഴിക്കോട് നിന്ന്. ദീപക്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സർക്കാരിനും LDF-നും CPM-നും ഒക്കെ വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന വേദിയാണ് കോഴിക്കോട്. അവിടെ തന്നെ എം മുകുന്ദനെ ഉൾപ്പെടെ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരത്തുന്നുണ്ട് ഡിവൈഎഫ്ഐ. അവിടെ ആരൊക്കെയാണ് ഈ ചങ്ങലയുടെ ഭാഗമായ പ്രമുഖർ? നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ഗോകുൽ, കോഴിക്കോട് ജില്ലയിൽ സാംസ്കാരിക പരിച്ഛേദത്തെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വടകരയിൽ മിഥിലാബാലൻ വടകരയുണ്ട്, നമ്മുടെ പ്രതിനിധി. വടകരയിലും കോഴിക്കോടും എല്ലാം തന്നെ വലിയ രീതിയിൽ, അതായത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാംസ്കാരിക രംഗത്തുള്ളവർ, അതായത് കോഴിക്കോടാണെങ്കിൽ KP രാമനുണ്ണി, KIN, അതുപോലെ തന്നെ നടൻ ഇർഷാദ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിക്കുന്നു. വടകരയിലെ സമരകേന്ദ്രങ്ങളിൽ കേന്ദ്രത്തിൽ എഴുത്തുകാരൻ എം മുകുന്ദനെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നു. എം മുകുന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനത്തെ അത് ഇടതുപക്ഷത്തിനും ഇടത് സർക്കാരിനും എതിരെയാണെന്ന വലിയ രീതിയിലുള്ള വ്യാഖ്യാനവും അതിനെ ചൊല്ലിയുള്ള തുടർ ചർച്ചകളും ഉണ്ടായിരുന്നു. MTക്ക് പിന്നാലെ ഉണ്ടായ വിവാദം. പക്ഷേ എന്നാൽ അതിനൊക്കെ മറുപടി നൽകുന്ന വിധത്തിൽ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ, അതായത് ഇനിയും സഹിക്കണോ കേന്ദ്രത്തിൻ്റെ അവഗണന എന്ന മുദ്രാവാക്യവുമായുള്ള ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകാൻ, കണ്ണി ചേർക്കാൻ വേണ്ടി ഇത്തരം രംഗത്തുള്ളവരെ, അതായത് രാഷ്ട്രീയ രംഗത്തിന് അപ്പുറത്തേക്കുള്ള സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. കോഴിക്കോട് എളമരം കരീം MP ആണ് കോഴിക്കോട് നഗരത്തിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലക്കുളത്തിനരികിലാണ്. ഇവിടെ തന്നെയായിരുന്നു ഈ കോഴിക്കോട്ടെ ഉദ്ഘാടനം, ജില്ലാതല ഉദ്ഘാടനം എളമരം കരീം MP നിർവഹിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഈ സമരത്തിൽ ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാവാൻ കോഴിക്കോട് മുതലക്കുളത്തിലേക്ക് എത്തി. മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടിട്ട ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എത്തിയത്. മറ്റ് വിവിധ മേഖലകളിലുള്ളവർ തന്നെ പങ്കെടുത്തു എന്നുള്ളത് എടുത്തു പറയണം. CPIM-ന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, അതുപോലെ ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ എല്ലാം എത്തുന്നു. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പങ്കെടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ ഡിവൈഎഫ്ഐക്ക് ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഗോകുൽ ചോദിച്ച പോലെ സാംസ്കാരിക രംഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ എം മുകുന്ദൻ്റെ സാന്നിധ്യം അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ KP രാമനുണ്ണിയും ഇന്ന് പങ്കെടുത്തു. KP രാമനുണ്ണി ഒരു അർത്ഥത്തിൽ കടത്തി പറഞ്ഞു, ഈ മനുഷ്യച്ചങ്ങലയുടെ കണ്ണിയാവാത്തവർ മനുഷ്യർക്കെതിരാണ്, മനുഷ്യരാശിക്കെതിരാണ്, കേരളത്തിനെതിരാണ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യച്ചങ്ങല ഒരു കേന്ദ്ര സർക്കാരിനെതിരായ സംസ്ഥാനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു മുന്നണിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ മനുഷ്യച്ചങ്ങല. കാരണം ഇനി ഡൽഹിയിൽ ഫെബ്രുവരി 8-ാം തീയതി സംസ്ഥാന ക്യാബിനറ്റും MLA-മാരും ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ സമരം നടക്കുന്നു. സംസ്ഥാന ക്യാബിനറ്റ് ഒന്നടങ്കം ഡൽഹിയിലേക്ക് പ്രതിഷേധിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പോകുന്നു. അതിന് മുന്നോടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യച്ചങ്ങല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഗോകുൽ, തീർച്ചയായും ദീപക്, ഏതായാലും
കേന്ദ്ര അവഗണനയും സാമ്പത്തിക ഉപരോധവുമാണ് സംസ്ഥാനത്തെ തകർക്കുന്നതെന്ന വലിയ പ്രചാരണം CPM നടത്തുമ്പോഴാണ്, LDF നടത്തുമ്പോഴാണ് DYFIയുടെ പ്രതിഷേധം. അത് ഇനിയും സഹിക്കണോ ഈ അവഗണന എന്ന മുദ്രാവാക്യത്തിൽ 651 കിലോമീറ്റർ നീണ്ട മനുഷ്യച്ചങ്ങല അത് വിജയകരമായി സംഘടിപ്പിക്കുവാൻ DYFIക്കാകുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും അതിന് ഭാഗമായുള്ള പൊതുസമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്.